അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ നമ്മളെവിടെ നിർത്തിയത് എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? അക്കൗണ്ടിങ് കൺവെൻഷൻ ആയിരുന്നു അല്ലേ? ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ഇനി നെക്സ്റ്റ് ഉള്ള ഏതാണ്? കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. എന്താ പറയുന്നത്? ദ മെറ്റീരിയാലിറ്റി കൺവെൻഷൻ സ്റ്റേറ്റ് ദാറ്റ് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ ദാറ്റ് ഇൻഫ്ലുവൻസസ് ഡിസിഷൻ മേക്കിംഗ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് എന്ത് മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്ത് മാത്രം കാണിച്ചാൽ മതി എന്ന് പറയുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻസ് മാത്രം കാണിച്ചാൽ മതി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഏതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസസ് അല്ലെങ്കിൽ ഇൻകംസ് ഏതൊക്കെയാണെന്നൊക്കെ കാണിക്കും. ഇപ്പോൾ സെയിൽസ്, ഇനിയിപ്പോൾ വേറെ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കണം. അങ്ങനെ ഓരോ ഇൻകം വൈസ് നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് നമ്മൾ ഇൻകം എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, ഇൻകം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് എന്ത് ചെയ്യണം? ഏതൊക്കെ ഹെഡ് നിന്നാണോ നമുക്ക് ഇൻകംസ് വന്നിട്ടുള്ളത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കാണിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ എക്സ്പെൻസസ് അല്ലേ, എക്സ്പെൻസ് പറഞ്ഞിട്ട് ഒറ്റ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചാൽ മതിയോ? അല്ല, നമ്മളെന്ത് ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് ഏതൊക്കെ എക്സ്പെൻസ് ആണോ കമ്പനിക്ക് വരുന്നത് ആ എല്ലാ എക്സ്പെൻസും സെപ്പറേറ്റ് എന്ത് ചെയ്യും? കാണിക്കും അല്ലേ. ഏതൊക്കെ? റെൻറ്റ്, സാലറി അല്ലേ, ഇലക്ട്രിസിറ്റി, ഡിപ്രീസിയേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യും? എന്തെല്ലാം എക്സ്പെൻസ് ആണോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ എമൗണ്ട് അല്ലേ, ഒരു വർഷത്തേക്കുള്ള അല്ലെങ്കിൽ നമ്മളെ സെറ്റ് ചെയ്തിട്ടുള്ള പീരീഡ് ഏതാണോ ആ ഒരു പീരീഡേക്കുള്ള എമൗണ്ട് കാണിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുന്ന ടൈമിൽ ഇനി ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ, ബാലൻസ് ഷീറ്റിനകത്ത് നമ്മൾ എന്തൊക്കെ കാണിക്കും? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ ഏതൊക്കെ അസറ്റ്സ് അല്ലേ, അസറ്റ്സ് ഏതൊക്കെ വരുന്നത്? മെഷീനറി, ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചേഴ്സ്, ക്യാഷ്, ബാങ്ക് അല്ലേ, ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള അസറ്റ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ഹെഡായിട്ട് അതിനകത്ത് കാണിക്കും. അതേപോലെ ലയബിലിറ്റി. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ടൈമിൽ അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം എന്ത് ചെയ്താൽ മതി? കാണിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അല്ലാണ്ട് അവിടെ നടക്കുന്ന എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും പോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഓക്കേടാ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 കേസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ മനസ്സിലാവും കേട്ടോ. നോക്കിക്കോ, എന്താ പറയുന്നത്? എ കമ്പനി പർച്ചേസസ് എ കാൽക്കുലേറ്റർ ഫോർ ₹200. Instead of treating it as an asset and depreciating it over several years, it is immediately recorded as an expense because its value is too small to impact financial decisions. അല്ലേ? എന്താ പറഞ്ഞത്? കമ്പനി എന്ത് ചെയ്തു? ഒരു കാൽക്കുലേറ്റർ വാങ്ങിച്ചു. എത്രയാണ് കോസ്റ്റ്? 200 അല്ലേ, 200 രൂപ. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റർ വാങ്ങിച്ചത്, ഈ കാൽക്കുലേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചിട്ട് ഇതിനൊരു ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ഇതിനെ ഫിക്സ്ഡ് അസറ്റായിട്ട് കാണിച്ചാൽ എന്ത് സംഭവിക്കുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷനൊക്കെ ചാർജ് ചെയ്യും അല്ലേ. ഫിക്സ്ഡ് അസറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യുക? എന്ത് ചെയ്യും? ഓരോ വർഷം അല്ലേ അതിൻ്റെ ഒരു യൂസ്ഫുൾ ലൈഫൊക്കെ ഒരു അസംഷനൊക്കെ വിടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ യൂസ്ഫുൾ ലൈഫിൻ്റെ ബേസിൽ എന്ത് ചെയ്യും? ഇതിന് ഓരോ വർഷം ഡിപ്രീഷിയേറ്റ് ചെയ്യും അല്ലടാ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട് അവിടെ. ഇപ്പോൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഓക്കെ, ഈ ഒരു 200 രൂപ എന്ന് പറഞ്ഞാൽ എന്തല്ല അത്ര വലിയ ഒരു എമൗണ്ട് അല്ല. ഓക്കെ, അപ്പോൾ ഇതൊരു അസറ്റായിട്ട് കാണിക്കാൻ മാത്രം എന്തില്ല, അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റേറ്റ് അല്ല. ഓക്കെ ആണോ? അപ്പോൾ തന്നെ എന്ത് ചെയ്താൽ മതി? ആ വർഷത്തെ എക്സ്പെൻസിലെ സ്റ്റേഷനറി എക്സ്പെൻസിനകത്ത് എന്ത് ചെയ്യുക? ഒരു എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കേസ് എന്താ പറയുന്നത്? ഹൗവർ ഇഫ് ദ കമ്പനി ബൈസ് എ മെഷീൻ അല്ലേ, വർത്ത് എത്രയാണ്? 5 lakh. ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ആസ് ആൻ അസറ്റ് ആൻഡ് ഡിപ്രീഷിയേറ്റഡ് ഓവർ ടൈം ആസ് ദിസ് എമൗണ്ട് ഈസ് മെറ്റീരിയൽ. ശ്രദ്ധിക്കുക, ആ വേർഡ് ശ്രദ്ധിക്കുക. എന്താണ് മെറ്റീരിയൽ? അപ്പോൾ എന്താണ് മെറ്റീരിയാലിറ്റി? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കേട്ടോ അക്കൗണ്ട്സിനകത്ത്. മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ്, ഓക്കെ, ബിസിനസ് നടക്കുന്ന ഒരു കാര്യം, അത് കമ്പനീനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയാലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അതായത് യൂസേഴ്സ് അല്ലെ, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റീഡ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ഇത് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ, ആർക്കാണ്? യൂസേഴ്സിനാണ്. ഓരോ ഇൻഫർമേഷനെ ബാധിക്കുന്ന രീതിയിൽ ഓക്കെ ആണോ ഉള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റീരിയൽ എന്ന് വിളിക്കാം. ഈ 200 രൂപ കാൽക്കുലേറ്റർ വാങ്ങിച്ചത് ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് ഓക്കെ എക്സ്പെൻസായിട്ട് കാണിച്ചെന്ന് വെച്ചിട്ട് അവിടെ എന്തെങ്കിലും ഡിസിഷൻ മേക്കിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി നേരെ ഓപ്പോസിറ്റ്, നിങ്ങൾ ഈ കാണിച്ച 5 lakh rupeesൻ്റെ മെഷീനറി വാങ്ങിച്ചല്ലോ, അതെന്ത് ചെയ്യാണ്? ഒരു ഫിക്സ്ഡ് അസറ്റായിട്ട് കാണിക്കാണ്ട് എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താവും? അവിടെ പ്രോഫിറ്റിനകത്ത് വലിയൊരു മാറ്റം വരും ഇല്ലേ. ഇത് എക്സ്പെൻസായിട്ട് കാണിച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല ഡിസിഷൻ എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. ഓക്കേടാ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് മെറ്റീരിയാലിറ്റി. ഇനി നിങ്ങൾ ബിസിനസ്സിൽ ഇപ്പോൾ ഡെയിലി വൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ചെറിയ ചെറിയ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലേ. ഓഫീസ് എക്സ്പെൻസസ് അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പേപ്പർ വാങ്ങിക്കുന്നുണ്ട്, പേന വാങ്ങിക്കുന്നുണ്ട്, പിന്നെ പെൻസിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ഒരു അക്കൗണ്ടായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊടുത്തിട്ട് എല്ലാം സെപ്പറേറ്റ് പേന, പേപ്പർ, പെൻസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണോ? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്.
കാരണം എന്താണ്? അതൊന്നും എന്ത് ചെയ്യുന്നില്ല, യൂസേഴ്സിൻ്റെ അല്ലേ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതൊരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻ അല്ല. ഓക്കെ ആണടാ. പിന്നെ ഈ ഒരു മെറ്റീരിയാലിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഇത്ര എമൗണ്ടാണ് മെറ്റീരിയൽ, ഇത്ര എമൗണ്ടിൽ കൂടിയാൽ മെറ്റീരിയലായി, ഇങ്ങനെയൊന്നും എവിടെയും എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു ലോജിക്കാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ 200 രൂപൻ്റെ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അത് ഓണേഴ്സിൻ്റെ അല്ലേ യൂസേഴ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസേഴ്സിൻ്റെ ഡിസിഷൻസിനെ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇമ്മെറ്റീരിയൽ എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? ഇമ്മെറ്റീരിയൽ. ഓക്കെ. അപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള ഈ 5 ലാഖിൻ്റെ മെഷീനോ അതെന്താണ്? മെറ്റീരിയലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ 200 എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യം ഇല്ല, ഒരു അസറ്റായിട്ട് കാണിക്കേണ്ട ആവശ്യം ഇല്ല. എന്നാലോ താഴെ പറഞ്ഞ മെഷീനറി അല്ലേ മെഷീൻ ഇതെന്താണ്? മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റാണ്. ഓക്കെ ആണോ? സിഗ്നിഫിക്കൻ്റ് ഇൻഫർമേഷൻ ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഐറ്റാണ്. എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് എവിടെ പറയുന്നത്? കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി.